ഇത് അന്നേ ദിവസം തന്നെയുള്ള എടുത്ത വീഡിയോ ആണ് കേട്ടോ. പിന്നെ നിങ്ങളെ മുഷിപ്പിക്കേണ്ടെന്ന് കരുതിയാണ് അത് ഞാൻ കുറച്ച് വെച്ച് നിർത്തിയത്. അപ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾ കണ്ട് ആസ്വദിക്കൂ. എത്ര നേരം വേണമെങ്കിലും തന്നെ കേട്ടോ ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഒരു നിമിഷം പോലെ നമുക്ക് ഒരു കണ്ണിന് എന്താണ് എപ്പോഴും ഒരു കുളിർമയുള്ള കാഴ്ചകൾ തന്നെയാണ് കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഫുള്ളായിട്ട്. പിന്നെ നമ്മളെന്തായാലും നമ്മൾ ഏലപ്പാറ ആ ഒരു തേയിലത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഫോട്ടോസും വീഡിയോസൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ എടുക്കാമെന്ന് ഡ്രൈവർ പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം മറ്റുള്ളവർക്ക് ടോയ്ലറ്റിൽ പോകാനും ഒക്കെ ഉള്ള സൗകര്യത്തിന് വേണ്ടിയാണ് കേട്ടോ ഇവിടെ നിർത്തിയത്. അപ്പോൾ വണ്ടി ഒതുക്കിയിട്ട് നമ്മളെല്ലാവരും തന്നെ ഇവിടെ ഇറങ്ങാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. മനസ്സിൻ്റെ എനിക്ക് മഹേഷിൻ്റെ പ്രകാരം എന്നുള്ള ഇടുക്കി എന്നുള്ള പാട്ട് ബിജുപാൽ സാർ സംഗീതം ചെയ്ത എനിക്ക് എത്ര കേട്ടാലും മതി വരാത്തൊരു പാട്ടാണ് കേട്ടോ. നമ്മൾ എപ്പോഴൊക്കെ ടൂർ പോയിട്ടുണ്ടോ അപ്പോഴെല്ലാം ഈ ഒരു പാട്ട് ഒരു പ്രാവശ്യമെങ്കിലും കേട്ടില്ലെങ്കിൽ വലിയ വിഷമമാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ ഏലപ്പാറയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഇവിടെ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ടെങ്കിലും ചെറിയ തണുത്ത കാറ്റും എല്ലാം വീശുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടെ ഇറങ്ങിയതാണ്.
ഏലപ്പാറയിൽ നിന്ന് ഒരു 28 കിലോമീറ്റർ മാറിയാണ് കേട്ടോ ഇങ്ങനെ ഒരു അഡ്വഞ്ചർ പാർക്കുള്ളത്. കറക്റ്റ് പ്രോപ്പർ സ്ഥലം എനിക്കറിയാൻ വയ്യ. വാഗമൺ അഡ്വഞ്ചർ പാർക്ക്. പക്ഷേ ഇവിടെ വിശാലമായ ഒരുപാട് ഏക്കർ കണക്കിന് പെരിയോടാണെന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. ആ പെരിയിടം മൊത്തവും തന്നെ നമുക്ക് നടന്ന് സത്യത്തിൽ ക്ഷീണമാവുന്നുണ്ട്. ഓരോ ഭാഗത്ത് ചെല്ലുന്തോറും ഓരോ രീതിയിലുള്ള റൈഡുകളാണ് കേട്ടോ. എല്ലാം ഞാൻ ആസ്വദിക്കലാണ് എൻ്റെ ഏറ്റവും വലിയ വിനോദം. അല്ലാതെ ഇതിലൊക്കെ പരീക്ഷിക്കാൻ ഇഷ്ടമാണ്, എങ്കിലും ഞാൻ വലുതായിട്ടൊന്നും അങ്ങോട്ടൊന്നും പോയില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളെ സൈക്ലിങ്, അതേപോലെ പിന്നെ ഇതൊക്കെ എന്താണ് കമ്പിയിൽ സൈക്കിളൊക്കെ, അതിനെന്തെന്ന് പറയുമെന്നൊന്നും എനിക്കറിയത്തില്ല. അത് പിന്നെ അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് പ്രത്യേകം പാർക്ക്, പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ്, അത് എല്ലാം ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ, പക്ഷേ ഒരു രാവിലെ അവിടെ വന്നാലും വൈകുന്നേരം ആയാലും കണ്ട് തീരാത്തത്ര കാര്യങ്ങളും കാഴ്ചകളും അവിടെ ഉണ്ടായിരുന്നു. അതിമനോഹരമായ വ്യൂ. അതിൻ്റെ ഒരു സൈഡിലൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി മുകളിൽ ചെന്നിട്ട് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന വ്യൂ ആണ് ഇപ്പോൾ ഞാൻ ഈ ചിത്രത്തിൽ കാണുന്ന. അതും അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഞ്ഞും കാര്യങ്ങളും തന്നെയുണ്ട്. ചെറിയ ചൂടാണെങ്കിൽ കൂടിയും നമുക്ക് വലിയ പ്രശ്നമില്ല. പക്ഷെ അവിടെ ഉള്ളവർ പറയുന്നത് അവിടെ ഭയങ്കര ചൂടാണെന്ന്. പക്ഷേ സത്യം പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ള ചൂട് വെച്ച് നോക്കുമ്പോൾ അവർക്ക് അവിടെ ചൂട് ഇല്ലെന്ന് വേണം എനിക്ക് പറയാനുള്ളത്. അങ്ങനെ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അതിൻ്റെ മണ്ടയിൽ നിന്നുള്ള കാഴ്ചകൾ. അങ്ങനെ പിള്ളേഴ്സും അവരും ഒക്കെ, എനിക്കാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ടെൻഷനും പേടിയാണ് കേട്ടോ. ഇതൊക്കെ അതിലുള്ള റൈഡുകളാണ്. ഇങ്ങനെ ഈ സൈക്ലിംഗ് ഒക്കെ, അത് ഒരാൾ അവിടെ ചെന്നിട്ട് പകച്ചു പോയി. പിന്നെ അവർ തുഴഞ്ഞു പോകുന്നുണ്ട്. പിന്നെ കരയിൽ നിന്ന് കൊട്ടേഷൻ ഇവിടെ എല്ലാവർക്കും പറ്റുമല്ലോ അല്ലേ. അതിൽ ചെയ്യണം, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റൂ. ഗൈസ്, അപ്പോൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പൈൻ ഫോറസ്റ്റിലാണ് കേട്ടോ. വാഗമൺ. ഹലോ ഗായ്സ് എന്ന് എപ്പോഴും പറയും. അവിടെ നിന്ന് നമ്മൾ നേരെ വാഗമൺ പൈൻ ഫോറസ്റ്റിലോട്ടാണ്. അവിടെയും ടിക്കറ്റ് ഉണ്ട് കേട്ടോ. ഈ പോണ സ്ഥലങ്ങളിലൊക്കെ എല്ലാം അവിടെ ചെന്നതിന് ശേഷവും ടിക്കറ്റ് നിരക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. മുമ്പ് എപ്പോഴും ഇവിടെ വന്നപ്പോൾ ടിക്കറ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെയും ടിക്കറ്റാണ്. ഒരു എന്താണ് പറയുക, പ്രകൃതിയുടെ ഓരോ വികൃതികളെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്കും അതിമനോഹരമായ കാഴ്ചകളാണ്. അവിടെ നിന്ന് നേരെ നമ്മൾ പോയത് തങ്ങൾപ്പാറ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഒരു വിശ്വാസത്തിൻ്റെയും വിശുദ്ധിയുടെയും എല്ലാം ആ ഒരു അന്തരീക്ഷം അവിടെ കാണാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കാലിന് ചെറിയൊരു വേദന ഉള്ളത് കൊണ്ടും പിന്നെ അതേപോലെ തന്നെ ബ്രീത്തിങ് ചെറിയൊരു പ്രശ്നം അന്നേരം ഉണ്ടായി. വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ നടന്നില്ല. അപ്പം ഞാൻ ആ ഭാഗത്തൊക്കെ നിന്ന് കൊണ്ട് തന്നെ കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നു. ചേട്ടായിയും ടീമും ഒക്കെ അങ്ങ് മണ്ടിയിൽ കയറിപ്പോയി. അപ്പോൾ ചേട്ടായി പോയിട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതിൻ്റെ മണ്ടിയിൽ കയറി നിന്നിട്ട് ചേട്ടായി പറയുന്നുണ്ട് കേട്ടോ, അടിപൊളി കാഴ്ചയാണ്, നല്ല രസമായിരുന്നു, നീയും കൂടെ വരായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കെന്തോ അന്നേരം ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു കയറാനൊക്കെ. അവിടെ തന്നെ വന്നിട്ട് ആൾക്കാരൊക്കെ നമസ്കരിച്ചിട്ടൊക്കെ പോകണതൊക്കെ കണ്ടു. അവർക്ക് പ്രത്യേക നമസ്കരിക്കാനായിട്ട് പ്രത്യേക സ്ഥലവും എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ തങ്ങൾപ്പാറയുടെ, എനിക്ക് തങ്ങൾപ്പാറയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ളത്. കുട്ടികളൊക്കെ വളരെയധികം, അവർക്കൊക്കെ നല്ല സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്. അവർക്ക് മലയൊക്കെ വലിഞ്ഞേറാൻ അവർക്ക് പൊതുവേ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അവർ വളരെയധികം തന്നെ എൻജോയ് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ക്ഷീണവും അവർക്കുണ്ടായില്ല. ഈ സത്യം പറഞ്ഞാൽ പ്രായം കൂടിയവർക്കാണെന്ന് തോന്നുന്നു ഒരുപാട് ക്ഷീണം. അവർക്ക് വലിയ പ്രശ്നങ്ങളായിട്ടുണ്ടായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ എല്ലാവരും കുറേ പേര് തന്നെ ബസ്സിൽ തന്നെ ഇരുന്നു. അവരാരും വെളിയിലോട്ടൊന്നും ഇറങ്ങിയില്ല. കുറച്ച് പേര് മാത്രമേ ഈ സ്ഥലത്ത് ഇറങ്ങിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ബസ്സിൽ തന്നെ ഇരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് തങ്ങൾപ്പാറയെക്കുറിച്ച് പറയാനുള്ളത്.
അവിടെ നിന്ന് നമ്മൾ നേരെ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരുന്തുംപാറയിലാണ് കേട്ടോ. അവിടെ നിന്ന് നേരെ പോയത് പരുന്തുംപാറയാണ്. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പരുന്തുംപാറ. കാരണം ഇതിന് മുന്നേയും നമ്മളവിടെ പോയിട്ടുണ്ട്. അവിടെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് അത്യാവശ്യം സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല റോഡിലൊക്കെ നല്ല മഞ്ഞിറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ നല്ല തണുപ്പും നല്ല കാറ്റും, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ. പരുന്തുംപാറയുടെ വ്യൂ പോയിന്റിലൊക്കെ മുകളിലൊക്കെ പോയി നിന്നാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നല്ല തണുപ്പും, അതിൻ്റെ ഇടയിൽ കുറച്ച് ഐസ്ക്രീമൊക്കെ മേടിച്ചിട്ട് നമ്മളെല്ലാവരും കഴിച്ചു. ഇതൊക്കെ മഞ്ഞ് ആ സമയത്ത് നമ്മളൊക്കെ നിൽക്കുന്ന സൈഡിലോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ. അതൊക്കെ ഒരു എന്താണ്, നല്ലൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുട്ടികൾ കുറച്ച് എൻജോയ്, അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് അവിടെ തന്നെ പരുന്തുംപാറയിൽ വെച്ച് തന്നെ ബസ്സിൽ പാട്ടൊക്കെ ഇട്ട് അതിൻ്റെ ലൈറ്റിൻ്റെ വെട്ടത്തിൽ അവർ ഡാൻസൊക്കെ ചെയ്യാണ് കേട്ടോ. അവരൊരു സന്തോഷമാണിത്.